ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ മനസ്സിലേക്ക് ഓടിയെത്തുമ്പോൾ നമ്മൾ അങ്ങോട്ട് യാത്ര തിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു യാത്രയിലാണ് രാവിലെ 4 മണിക്ക് കൊല്ലത്തിൽ നിന്നും ഇറങ്ങിയതാണ്. എന്റെ ആറ്റിങ്ങലുള്ള സുഹൃത്ത് സൂരജുണ്ട്. സൂരജിന്റെ ഓഫ് റോഡ് ബൈക്കിലാണ് യാത്ര. ഏതായാലും അടിപൊളി യാത്രയാണ് കേട്ടോ. രാവിലെ ആയതിനാൽ നല്ല സുഖമുള്ള യാത്രയായിരുന്നു. എരുമേലിയൊക്കെ എത്തി അങ്ങോട്ട് യാത്ര ചെയ്യുമ്പോൾ നല്ല സുന്ദരമായ റോഡാണ് കേട്ടോ. അപ്പോഴാണ് പ്രകൃതിയുടെ വശ്യസുന്ദരമായ കാഴ്ചകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ ഇടിച്ചു കയറുന്നത്. നല്ല തണുത്ത കാറ്റും നല്ല പച്ചപ്പിന്റെ കാഴ്ചകളും ഏതൊരു സഞ്ചാരിയെയും കോരിത്തരിപ്പിക്കുന്ന കാഴ്ചകളാണ്. അങ്ങനെ ഞങ്ങൾ പീരുമേടിനടുത്തേക്കാണ് യാത്ര. കാരണം യാത്ര ചെയ്യാൻ ഉദ്ദേശിച്ചത് വേറൊരു സ്ഥലത്തേക്കാണ്. അത് ഒരു ദിവസം താമസിച്ച് അവിടെ എത്തിയാലേ അവിടെ കാണാൻ കഴിയും. അപ്പോൾ മംഗളാദേവി ക്ഷേത്രത്തിലേക്ക് പോകാൻ ഇറങ്ങിയതാണ്. ക്ഷേത്രം തുറക്കാൻ ഒരു ദിവസം കൂടിയുണ്ട്. അതുകൊണ്ട് തലേന്ന് ഞങ്ങൾ യാത്ര ചെയ്തതാണ്. ഏതായാലും പീരുമേടിനടുത്തുള്ള കുന്നിൻ മുകളിലേക്കാണ് യാത്ര. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എല്ലാവരും കണ്ടിട്ടുള്ള സ്ഥലമാണോ എന്ന് ചോദിച്ചാൽ പലരും കണ്ടിട്ടുണ്ടായിരിക്കാം. കാണാത്തവർ ആയിരക്കണക്കിനുണ്ട്. അപ്പോൾ ഹരിതവനങ്ങളുടെയും ശബരിമലയുടെയും മനോഹരമായ കാഴ്ചകൾക്ക് പേര് കേട്ട ട്രെക്കിങ്ങുകൾക്കും പ്രകൃതി സ്നേഹികൾക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് പരുന്തുംപാറ. കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ പീരുമേടിനടുത്താണ് പരുന്തുംപാറ സ്ഥിതി ചെയ്യുന്നത്. പറക്കുന്ന പക്ഷിയെ പോലെ തോന്നിക്കുന്നതിനാൽ ഇതിന് ഈഗിൾ റോക്ക് എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. പ്രകൃതി സ്നേഹികൾക്കും സാഹസികത തേടുന്നവർക്കും ഒരുപോലെ പ്രിയപ്പെട്ട സ്ഥലമാണ് പരുന്തുംപാറ. കണ്ണെത്താ ദൂരത്തോളം വ്യാപിച്ചു കിടക്കുന്ന പച്ചപ്പ് നിറഞ്ഞ വനങ്ങളുടെ സമാനതകളില്ലാത്ത കാഴ്ച നൽകുന്ന മനോഹരമായ ഇടം. ഞങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ ഇരുവശത്തും അതുപോലെ തന്നെ പച്ചപ്പ് നിറഞ്ഞ മലനിരകളും തേയിലത്തോട്ടങ്ങളും ഒക്കെയുണ്ട്. കുട്ടിക്കാനത്തേക്ക് പോകാനുള്ള ബോർഡൊക്കെ കണ്ടു. പക്ഷേ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. കുട്ടിക്കാനവും മനോഹരമായ സ്ഥലമാണ്. അങ്ങനെ ഓരോ സ്ഥലങ്ങളും ഇങ്ങനെ പറഞ്ഞു പോകുന്നില്ല. കാരണം കാഴ്ചകൾ കാണുമ്പോൾ പലർക്കും ഈ റൂട്ടിൽ പോകുന്നവർക്കൊക്കെ അറിയാം. ഇവിടെയുള്ള യാത്രാ കാഴ്ചകളിൽ ടീ എസ്റ്റേറ്റുകൾ, അതുപോലെ തന്നെ തോട്ടങ്ങളുടെ ഇടയിൽ ജോലി ചെയ്യുന്ന ആൾക്കാര്, അതുപോലെ തേയില കമ്പനികൾ, പാക്കിംഗ് സെന്ററുകൾ, ഇതൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. എന്തു പറഞ്ഞാലും ഇടുക്കിയിലേക്ക് പോകുമ്പോൾ കാഴ്ചകളാണ് എത്ര കണ്ടാലും മതിവരാത്ത, എത്ര പകർത്തിയാലും മതിവരാത്ത കാഴ്ചകൾ തേടി തേടി തന്നെയാണ് നമ്മൾ യാത്ര പോകുന്നത്. അപ്പൊ ഗ്രീൻ മീഡിയ വിഷന്റെ യാത്രകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ എല്ലാവർക്കും അപ്പോഴപ്പോൾ നിങ്ങളുടെ വിരൽത്തുമ്പിലേക്ക് എത്തും. ഏതായാലും ഞങ്ങൾ അതിരാവിലെയുള്ള യാത്രയായതിനാൽ ചായ കുടിക്കാനുള്ള സ്ഥലമൊക്കെ നോക്കിയാണ് യാത്ര ചെയ്തത്. കാരണം പുലർകാലത്തിൽ ആളുകളൊക്കെ ഇങ്ങനെ ഇറങ്ങി തുടങ്ങിയതേ ഉള്ളൂ. വെയിറ്റിംഗ് ഷെഡിലൊക്കെ ആളുകൾ ജോലിക്ക് പോകാൻ, തോട്ടത്തിലേക്ക് പോകാൻ വരുന്നവരെയൊക്കെ നമുക്ക് കാണാൻ കഴിയും. എങ്കിലും ഒരു ചെറിയ അലസതയുണ്ട് രാവിലെ. കാരണം അത്രയ്ക്ക് അങ്ങോട്ട് ഉണർന്ന് എണീറ്റില്ല. മലയോരമായതിനാൽ നമ്മുടെ നാട്ടിലെ കണക്ക് പെട്ടെന്നുള്ള ഉറക്കമെണീപ്പൊന്നും ഇല്ല എന്ന് തോന്നുന്നു. നമുക്ക് സുഖകരമായ ഉറക്കമില്ലാത്തത് കൊണ്ട് അതിരാവിലേക്ക് നമ്മൾ എണീക്കും. പക്ഷെ ഇവിടെ നല്ല തണുത്ത കാറ്റും തണുപ്പും ഒക്കെ ഉള്ള സമയത്ത് ആളുകൾ കുറച്ച് ലേറ്റ് ആയിരിക്കും എണീക്കുന്നതെന്ന് തോന്നുന്നു. എന്തായാലും നമ്മുടെ KSRTC ഒക്കെ കുട്ടിക്കാനം ബോർഡും കോട്ടയം ബോർഡും ഒക്കെ വെച്ച് പോകുന്നുണ്ട്. മനോഹരമായ പാലങ്ങളും അതുപോലെ തന്നെ കുന്നുകളും പച്ചപ്പിന്റെ കേദാരവും ഒക്കെ കണ്ട് ഞങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്ത് പോവുകയാണ്. നമ്മുടെ പീരുമേട് ഭാഗത്ത് എത്തുമ്പോഴാണ് ഈ മനോഹരമായ തേയിലത്തോട്ടങ്ങളുടെ ഒരു കാഴ്ച. തേക്കടിയിലേക്കും കുമളിയിലേക്കും കമ്പത്തേക്കും ഒക്കെ പോകാനുള്ള ബോർഡുണ്ട്. പരുന്തുംപാറ വലത്തോട്ടാണ്. ഞങ്ങൾ അവിടുന്ന് തിരിഞ്ഞങ്ങോട്ട് പരുന്തുംപാറയിലേക്ക് പോകാൻ പോകണം. പക്ഷെ നമുക്ക് ഈ പച്ചപ്പിന്റെ ഒരു കാഴ്ച എന്ന് പറയുമ്പോൾ ഈ തേയില ഇങ്ങനെ നിൽക്കുന്ന കാണാൻ നല്ല രസമാണ്. ഈ കുന്നുകളിൽ മുട്ടക്കുന്നുകളിൽ ഇങ്ങനെ നിൽക്കുന്ന ആ തേയിലത്തോട്ടത്തിന് നടുവിലൂടെയാണ് യാത്ര. ഞങ്ങൾ പരുന്തുംപാറയുടെ പ്രധാന കവാടം എന്ന് പറയുന്ന സ്ഥലത്തോട് കയറി അങ്ങോട്ട് പോവുകയാണ്. അവിടെ കയറുമ്പോഴും എസ്റ്റേറ്റുകളുടെ AVTയുടെ തോട്ടത്തിന്റെ ഒരു ഭാഗമൊക്കെ നമുക്ക് അവിടെ കാണാം. അങ്ങനെ ഏക്കർ കണക്കിന് വിസ്തീർണത്തിനാണ് തോട്ടം. നമുക്ക് നോക്കത്താ ദൂരത്തോളം കണ്ണും നട്ടിരിക്കണം എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് തേയിലത്തോട്ടങ്ങളുടെ കാഴ്ച. ഏതായാലും നമുക്ക് ഒരുപാട് കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് തരണമെന്നുണ്ട്. പക്ഷെ ചുരുങ്ങിയ സമയത്ത് എല്ലാം പറഞ്ഞു തീർത്ത് പരുന്തുംപാറയിലേക്ക് എത്തിച്ചേരാനുള്ള യാത്രയിലാണ്. അപ്പോൾ ഞങ്ങൾ അവിടുത്തെ ഫസ്റ്റ് ചെക്ക് പോസ്റ്റ് ആണ്. അവിടെ ഞങ്ങൾ നിർത്തിയൊന്നുമില്ല. ഞങ്ങളെ വന്നപ്പോഴേ കൈ കാണിച്ച് വിട്ടു. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പരുന്തുംപാറയുടെ ആ മുകൾ തട്ടിലേക്ക് പോവുകയാണ്. വളരെ ഉയർന്ന സ്ഥലമാണ്. വിശാലമായ കാഴ്ചകൾ വരുന്ന, നല്ല തണുത്ത കാറ്റടിക്കുന്ന ആൾക്കാരൊക്കെ രാവിലെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതിരാവിലെ വരുന്ന സഞ്ചാരികൾക്ക് വേണ്ടിയിട്ട് ജീപ്പുകൾ കിടന്ന് കറങ്ങുന്നുണ്ട്. ട്രിപ്പ് ഉണ്ട് ജീപ്പ്. നമസ്കാരം, സുരേഷ് ക്ഷേത്രമാണ്. ഗ്രീൻ മീഡിയ ചാനലിന്റെ ഒരു യാത്രാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അടിപൊളി മനോഹരമായ സ്ഥലത്താണ്. എപ്പോഴും പറയുന്നത് പോലെ സൂപ്പർ സ്ഥലമാണ്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഇടുക്കിയിലാണ്, പീരുമേടിലാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും കാണാൻ വരാൻ വേണ്ടി പറയുന്നൊരു സ്ഥലമാണ് പറയാൻ പോകുന്നത്. പരുന്തുംപാറ കേട്ടിട്ടുണ്ട് നിങ്ങളല്ലേ? അപ്പോൾ ഈ പരുന്തുംപാറയുടെ മനോഹരമായ കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത്. ഞാനിപ്പം ഒരു 5000 അടി ഉയർച്ചയിലാണ് നിൽക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 5000 അടി ഉയർച്ചയുള്ള ഒരു സ്ഥലമാണ് പരുന്തുംപാറ. വളരെ മനോഹരമായ സ്ഥലമാണ്. അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും വന്നു പോകാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ്. ഏതായാലും മനോഹരമായ ദൃശ്യ വിസ്മയം എന്ന് പറയുന്ന നമ്മുടെ കേരളത്തിന്റെ ഇടുക്കി ജില്ല എന്ന് പറയുന്നത് വളരെ മനോഹരമായ ജില്ലയാണ്. പീരുമേട് എന്ന് പറഞ്ഞാൽ ഒരുപാട് സിനിമകൾക്ക് ലൊക്കേഷൻ ആകുന്ന സ്ഥലമാണ്. എപ്പോഴും മലയാള സിനിമ എന്ന് തുടങ്ങിയോ അന്ന് മുതൽ പീരുമേട്ടിൽ വെച്ച് സിനിമ ചിത്രീകരണമുണ്ട്. പരുന്തുംപാറയൊക്കെ വളരെ മനോഹരമായ സ്ഥലമാണ്. പക്ഷെ അപകടം പതിയിരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. വരുമ്പോൾ നമ്മളിങ്ങനെ പോകാൻ നിൽക്കുന്നവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഈ പാറയിടയ്ക്കൊന്നും പോകരുത്. വീണ് കഴിഞ്ഞാൽ പൊടി പോലും കിട്ടില്ല. അപ്പോൾ മനോഹരമായ കാഴ്ച ഒരുക്കുന്ന പീരുമേട്ടിലെ പരുന്തുംപാറകളിൽ നിന്നാണ് ഈ കാഴ്ചകൾ. നമുക്ക് കാഴ്ചകൾ ഒന്ന് കണ്ടു പോകാം അല്ലേ?
ഓക്കെ. അപ്പോൾ നമ്മുടെ ബൈക്കൊക്കെ ഒന്ന് പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ ക്യാമറയുമായിട്ട് മുന്നോട്ട് പോകാനുള്ള പരിപാടിയാണ്. കാരണം രാവിലെ കടകളൊക്കെ ഉണർന്നു വരുന്നേ ഉള്ളൂ. അതിന്റെ ഒരു ആലസ്യമൊക്കെ ഒന്ന് മാറി വരണമെങ്കിൽ കുറച്ച് സമയമെടുക്കും. അപ്പോൾ നമ്മൾ പുൽമേടുകളിൽ കൂടി നടന്ന് നിങ്ങൾക്ക് കാഴ്ച തരാൻ പോവുകയാണ്. അപ്പോൾ ഈ കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ പീരുമേട് താലൂക്കിൽപ്പെടുന്ന ഒരു ഗ്രാമമാണ് ഈ പരുന്തുംപാറ. വിനോദസഞ്ചാര കേന്ദ്രമായ സ്ഥലം പീരുമേടിനും തേക്കടിക്കും ഇടയിലായി. പീരുമേട്ടിൽ നിന്നും ഏകദേശം 8 കിലോമീറ്ററും അതുപോലെ തന്നെ തേക്കടിയിൽ നിന്ന് 25 കിലോമീറ്ററും ദേശീയപാത 220 നിന്ന് 3 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അപ്പോൾ വളർന്നു വരുന്ന വിനോദസഞ്ചാര കേന്ദ്രമാണ് പരുന്തിൻപാറ. സ്വസ്ഥമായ അന്തരീക്ഷവും കാടിന്റെ നൈർമല്യവും അടുത്തറിയാൻ ഒരുപാട് സ്വദേശീയ സഞ്ചാരികൾ ഇവിടെ എത്തുന്നു. നഗരത്തിന്റെ തിക്കും തിരക്കും കോലാഹലവും ഒക്കെ വിട്ട് നിബിഡ വനങ്ങളുടെ ശാന്തമായ ദൃശ്യം കാണാൻ ഉചിതമായ മലമ്പ്രദേശമാണിത്. പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ കുമരകത്തിനും തേക്കടിക്കും ഇടയിലെ ഇടവേള കേന്ദ്രമായാണ് ഇപ്പം പരുന്തുംപാറ വളർന്നു വരുന്നത്. അതുകൊണ്ട് നമുക്ക് ആളുകളെയൊക്കെ ഇങ്ങോട്ട് ആകർഷിക്കാൻ വേണ്ടിയിട്ട് ടൂറിസം പാക്കേജുകളൊക്കെ തുടങ്ങുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ദൂരെ റിസോർട്ടുകൾ കാണാം, ഇവിടെ വന്നാൽ താമസിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്, അതുപോലെ ട്രക്കിംഗ് ഉണ്ട് കേട്ടോ. ഇവിടെ വാഹനങ്ങൾ ഒരുപാട് നിർത്തിയിട്ടിരിക്കുന്നതാണ്, ജീപ്പുകൾ, ഓഫ് റോഡ് ജീപ്പുകൾ. അതിൽ കയറി നമ്മളെ മലകളിൽ കൂടി ഇങ്ങനെ കൊണ്ടുപോയി എല്ലാ സ്ഥലങ്ങളും കറങ്ങി നല്ല എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവർമാരാണ്. പ്രത്യേകിച്ച് മലയോര മേഖല ഡ്രൈവർമാർക്ക് എക്സ്പീരിയൻസ് ആണല്ലോ. ഈ ദൂരെ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് നമുക്കൊരു വല്ലാത്തൊരു അനുഭവമാണ്. ഒരുപാട് പേരൊക്കെ രാവിലെ വന്നുകൊണ്ടേ ഇരിക്കുന്നു. ഇവിടെ കൈവരിയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പുറത്ത് അതിന്റെ സൈഡിന് ഫോട്ടോഗ്രാഫർമാര് ആളുകൾ ഫോട്ടോയൊക്കെ എടുത്തിട്ട് തിരിച്ചു പോകുമ്പോൾ കൊടുക്കും. അങ്ങനെയുള്ള സംവിധാനമൊക്കെ ഉണ്ട്. ഏതായാലും സ്വന്തമായി മൊബൈലും ക്യാമറയൊക്കെ ഉപയോഗിക്കുന്നതാണല്ലോ ഏറെ വരുന്നത്. നീല മലകളുടെ പശ്ചാത്തലത്തിൽ പരുന്തുംപാറയുടെ ആ ദൃശ്യം നമ്മുടെ മനസ്സിനെ വല്ലാതെ ആകർഷിക്കും. എല്ലാ സ്ഥലത്തും കൈവരിയില്ല, അതുകൊണ്ട് സൂക്ഷിച്ചു നിൽക്കണം. വളരെ അപകടകരമായ ഒരു സ്ഥലം കൂടിയാണ്. നീണ്ട കടകളുടെ ഒരു നിര കണ്ടോ നിങ്ങൾ? എല്ലാ സാധനങ്ങളും കിട്ടും. അപ്പോൾ പുലർച്ചെ ആയതുകൊണ്ടാണ് കടകളെല്ലാം തുറക്കാത്തത്. ആവശ്യത്തിനെല്ലാം കുറച്ച് കഴിയുമ്പോൾ റെഡിയാവും. അതായത് നിങ്ങൾക്ക് ഈ കാഴ്ചകൾ കാണിക്കാൻ വേണ്ടി വന്നെങ്കിലും ഞാൻ പരുന്തിൻപാറയുടെ മുകളിലേക്ക് പോകണം. ആളുകൾ താഴോട്ട് ഇറങ്ങി പോകുന്നെങ്കിലും പലരും അതിന്റെ മുകളിൽ കയറില്ല. പരുന്തിൻപാറ എന്ന് പറയുന്നത് താഴെ കാണുന്നതാണ്. അപ്പോൾ ദൃശ്യവിസ്മയങ്ങൾ ഒരുക്കുന്ന കാഴ്ചകൾ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലാണ്. അപ്പോൾ ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാം. നമ്മൾ സിൽവർ ബട്ടൺ അടിച്ച് നിൽക്കുകയാണ് യൂട്യൂബിൽ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. മേലൊരു ബെല്ലൈക്കൺ ഉണ്ട്, ഒന്ന് ഞെക്കണം. അപ്പോൾ നിങ്ങൾക്ക് അത് ഞെക്കിക്കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ വിരൽത്തുമ്പിലേക്ക് വീണ്ടും വീണ്ടും എത്തും. അടിപൊളി വീഡിയോകൾ കാണാം. അപ്പോൾ ഈ കാണുന്ന പരുന്തിൻപാറയുടെ മനോഹര ദൃശ്യം കൂടാതെ തന്നെ ഒരുപാട് കാഴ്ചകൾ നിങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ ഇനിയും യാത്ര തുടരുകയാണ്. ഗ്രീൻ മീഡിയ വിഷൻ ചാനലിന്റെ യാത്രകൾ അവസാനിക്കുന്നില്ല. എല്ലാവരും കൂടെ വന്നോളൂ. ഓക്കെ. തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഭാര്യയും ഭർത്താവുമാണ്. ഭർത്താവ് പരുന്ത് പറക്കുന്നതൊക്കെ പറക്കുന്നില്ലേ, ഭാര്യ വീഡിയോ ഷൂട്ട് ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് കാഴ്ചകളുണ്ട് ഈ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ എത്തുമ്പോൾ. പരുന്തുംപാറ നല്ല അടിപൊളി സൂപ്പർ സ്ഥലമാണ്. നല്ല കണ്ടിരിക്കേണ്ട സ്ഥലമാണ്. എല്ലാവരും വന്ന് കാണണം. പൊളി, ഒരു രക്ഷയില്ല, ഒരു രക്ഷയും ഇല്ലാത്ത സ്ഥലം. പിന്നെ വളരെ സൂക്ഷിക്കണം. അവിടൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല, വളരെ സൂക്ഷിക്കണം. സൂപ്പർ സ്ഥലം, വേറെ ലെവൽ സ്ഥലം. പിന്നെ ഗ്രീൻ മീഡിയ വിഷൻ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, കാണണം. ചാനലിന്റെ വീഡിയോ എല്ലാവരും കാണണം. ഇടുക്കിയിലെ മറ്റു വിനോദസഞ്ചാര കേന്ദ്രങ്ങളോട് കിടപിടിക്കുന്ന ഭൂമനോഹാരിത പരുന്തുംപാറയ്ക്കുണ്ട്. തെളിഞ്ഞ ആകാശമാണെങ്കിൽ ശബരിമല കാടുകൾ നമുക്ക് വ്യക്തമായി കാണാൻ പറ്റും. മകരജ്യോതിയും ഇവിടെ നിന്ന് ദർശിക്കാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നമ്മൾ വളരെ റിസ്ക് എടുത്താണ് ഈ സ്ഥലത്തേക്ക് വരുന്നത് കേട്ടോ. റിസ്ക് മാത്രമല്ല, നല്ല പൈസ ചിലവുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ട് സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് പൈസ കിട്ടൂ. അങ്ങനെ പൈസ കിട്ടിയാലേ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും വീഡിയോ തരാൻ പറ്റൂ. ഞാനും സൂരജും കൂടി പരുന്തിൻപാറയിലോട്ട് കയറുകയാണ് കേട്ടോ. ഇവിടെ ഒരു ഡേഞ്ചർ സ്പോട്ടാണ്, പക്ഷേ എല്ലാവരും വന്നിട്ട് അങ്ങോട്ട് കയറാറില്ല. ചില സാഹസിക സഞ്ചാരികളൊക്കെ വന്ന് കയറുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഒന്ന് കയറുകയാണ്. അയ്യേ പോണോ, കുഴപ്പമാണോ? അവിടെ തിരിച്ചു കയറുന്നതാണ് സൂരജിന്റെ പ്രശ്നം. അഗാധമായ കൊക്കകളാണ് കേട്ടോ. ഇതേ അപ്പൊ
സൂര്യ വരുന്നില്ല. ഞാനിങ്ങനെ എല്ലായിടത്തും പോകും. താഴെ പോയി കഴിഞ്ഞാല് ദൃക്സാക്ഷിയായിട്ട് സൂരജ് ഉണ്ട്. സൂരജ് അവിടെ നിൽക്കുകയാണ്. സൂരജിനെ കൊണ്ട് വീഡിയോ എടുപ്പിക്കുകയാണ്. പറയുന്നത് കയറിയിട്ട് വരുന്നുണ്ട്. ഹായ്, ഞാനൊരു കടലിടുക്കിൽ എത്തിയണക്കായി. ദേ അപ്പുറത്ത് ഭയങ്കര അഗാധമായ കൊക്ക. ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിയാൽ തീർന്ന്, ഇങ്ങോട്ടിറങ്ങിയാൽ പിന്നെ ഒഴുകി അങ്ങ് പോവാ. ഗുണാക്കേവ് കണക്കാണ്. എന്താ അല്ലേ, കാഴ്ചകളുടെ മേളമാണ് മേളം. അപ്പോൾ ഞാൻ വന്നു കണ്ടു. ഇടയ്ക്ക് പരുന്തിൻപാറ ദേ എന്റെ കാൽ ചുവട്ടിലാണ്. സൂരജ നഷ്ടമാണ്, വരാത്തത് നഷ്ടമാണ്. സത്യം, ഇവിടുന്നൊരു ചുവട് തെറ്റിയാൽ ഒരു രക്ഷയില്ല. അതുകൊണ്ട് വരുന്ന സഞ്ചാരികളോട് പ്രത്യേകം പറയുകയാണ്, ഇത് ഒന്നും കാണിക്കരുത്, വരിക, കാണുക. അത്യാവശ്യം കൈയും കാലും ഒക്കെ നൂത്ത് നടക്കാൻ പറ്റുന്നവർ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടാൻ നിൽക്കരുത്. അതിഭയങ്കരമായ കൊക്കയാണ്. പോയി കഴിഞ്ഞാൽ ഒരു 10,3500 അടി താഴേക്ക് പോകും. പിന്നെ മദ്യപിച്ചിട്ടൊന്നും ഇവിടെ കയറി വരാൻ പാടില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. ഇവിടെ ഗൈഡുകളൊന്നുമില്ല. അപ്പോൾ ഒന്നുകൂടെ കയറാം. പരുന്തിൻപാറയുടെ ഉത്തുംഗ ശൃംഗത്തിലെത്തി. സിനിമയിൽ പറയുന്ന ഐ ലവ് യു അനിതാ അനിതാ എക്കോട്ട് കേൾക്കേണ്ടി വരും. അപ്പോ സൂരജ് ഇതുകൊണ്ട് പേടിച്ചിരിക്കുക കേട്ടോ. പേടിയുണ്ടോ? അപ്പോ ഞാനിപ്പോ നിൽക്കുന്നതിന്റെ അടിക്ക് വന്യമൃഗങ്ങളുള്ള ഒരു വനമേഖലയാണ്. പീരുമേടിലെ തേക്കടിയൊക്കെ അറിയാലോ നിങ്ങൾക്ക്. മനോഹരമായ കാഴ്ചയാണ്. എന്തെങ്കിലും ക്യാമറ എവിടെ ആയിപ്പോയി. ഗ്രീൻ മീഡിയ വിഷൻ കാഴ്ചകളൊക്കെ എങ്ങനെയാണ്? അടിപൊളി കാഴ്ചകളാണ്, സാഹസിക യാത്രകളാണ്. വനം, വന്യജീവി എന്നൊക്കെ പറയുമ്പോൾ വനത്തിന്റെ കാഴ്ചകളാണ് നമ്മൾ വരുന്നത്. നമ്മൾ ഈ പറയുന്ന സ്ഥലം എന്ന് പറയുന്ന പരുന്തുംപാറ ഒരു വല്ലാത്ത സ്ഥലമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പരുന്തിൻപാറയുടെ മുകളിലെത്തി. പ്രധാന പരുന്തിൻപാറയിൽ നിൽക്കുകയാണ്. ഇവിടുത്തെ ആ കാഴ്ചയുടെ ഒരു സൗന്ദര്യം നമുക്ക് മനസ്സിലാവുക. വളരെ ഡേഞ്ചർ സ്പോട്ടാണ് കേട്ടോ. അതുകൊണ്ട് ഇതേ അപകടം എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് നമ്മൾ സ്ലിപ്പ് ചെയ്ത് ഒന്ന് പോയാൽ തീർന്നു. അതിസാഹസികതയ്ക്ക് മുതിരാതിരിക്കുക. നമ്മൾ നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടി ഇവിടം വരെ വന്നു. എങ്കിലും നമുക്കും വലിയ ഒരു ഭയമുണ്ട്. ഇത് വലിയൊരു ഇടുക്കാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. അപ്പോൾ നമ്മൾ യാത്രയിൽ ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വരുമ്പോൾ വളരെ കെയറായിട്ട് തന്നെ വരണം. കയറാൻ പറ്റാത്തവർ കയറരുത്. പരുന്തിൻപാറയുടെ മുകളിൽ നിന്നുള്ള കറക്റ്റ് വ്യൂ, മനോഹരമായ വനത്തിൻ്റെ ദൃശ്യങ്ങളും കാഴ്ചകളും ഒക്കെ ഉള്ളത്. ഇതല്ലേ പരുന്തിൻപാറ. ഇതുപോലെ ഒരുപാട് കാഴ്ചകളുണ്ട്. ധാരാളം കാഴ്ചകൾ കേരളത്തിലുണ്ട്. പക്ഷേ ചില സ്ഥലങ്ങൾ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വൈബ് തന്നെയാണ്. എന്തെങ്കിലും പരുന്തിൻപാറയുടെ ഒരു മനോഹര കാഴ്ച. അപ്പോൾ എൻ്റെ പിന്നിൽ കാണുന്നതാണ് പരുന്തിൻപാറ എന്ന് പറയുന്നത്. മൊത്തത്തിൽ പരുന്തിൻപാറ എന്ന് പറയുന്നത് ഇരിക്കുന്ന ആ പരുന്ത് ഉണ്ടാവും. ഒരു പരുന്ത് ഇങ്ങനെ കിടക്കുന്നത്. പരുന്തിൻ്റെ ഒരു ചുണ്ടൊക്കെ ഉണ്ട്, ഒരു തലയൊക്കെ ഉണ്ട്. അപ്പോൾ ആ കാഴ്ചയാണ് ഇവിടുത്തെ മനോഹര കാഴ്ച. പക്ഷേ അവിടുന്ന് ഒരുപാട് പേര് ഇങ്ങോട്ട് ഇറങ്ങി വരാൻ വലിയ പാടാണ്. കാരണം മുട്ടുവേദന ഉള്ളവർക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല, അല്ലെങ്കിൽ നല്ല നടത്തയില്ലാത്തവർക്കൊന്നും പറ്റില്ല. നമ്മളിങ്ങനെ നടന്ന് ശീലമായതുകൊണ്ടാണേ. അപ്പോൾ എന്തെല്ലാം കാഴ്ചകളാണ് നമ്മുടെ കേരളത്തിലുള്ളത്. അപ്പോൾ ഇടുക്കി ജില്ലയിലെ കാഴ്ചകൾ എപ്പോഴും മനോഹരമായ കാഴ്ചകളാണ്. ഓരോ ജില്ലയ്ക്കും അതിൻ്റെതായ മനോഹാരിതയുണ്ട്. അപ്പോൾ ഗ്രീൻ മീഡിയ വിഷൻ യാത്രകൾ അവസാനിക്കുന്നില്ല. യാത്രകൾ തുടർന്നുകൊണ്ടേയിരിക്കും. എല്ലാവരും പിന്നാലെ വന്നോളൂ.